ലോകത്തെ സമാധാനം പഠിപ്പിക്കാനെന്ന വ്യാജേന അമേരിക്ക വീണ്ടും വരുന്നു. ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത് തന്നെ മാത്രം വിജയമാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ലോകത്തിലെ 9 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചുവെന്നും ഇത് തന്റെ 10ാമത്തെ ദൗത്യമാണെന്നും ട്രംപ് പറയുമ്പോൾ ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം സമാധാനമാണോ അതോ അമേരിക്കൻ താൽപര്യങ്ങളാണോ എന്ന് ലോകം ചോദിക്കുന്നു. വൻ ശക്തിയെന്ന് സ്വയം നടിക്കുന്ന അമേരിക്കയുടെ ഈ നയതന്ത്ര നാടകങ്ങൾക്കിടയിൽ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു പരീക്ഷണശാലയായി മാറുകയാണ്. സമാധാനത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോഴും അതിന് പിന്നിൽ കടുത്ത നിബന്ധനകളുമുണ്ട്. ഹിസ്ബുള്ളയെ നിശേഷം ഇല്ലാതാക്കണമെന്നും വെടിനിർത്തൽ സമയത്തും ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ തുടരുമെന്നുമാണ് നെതന്യാഹുവിന്റെ ധിക്കാരപരമായ നിലപാട്. ഇതിന് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന മൗനാനുവാദം മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് വഴിവെക്കും. നയതന്ത്രത്തിന് അവസരം നൽകാമെന്ന പേരിൽ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള സമയം നൽകൽ മാത്രമാണ്. അമേരിക്കയും ഇസ്രായേലും എന്ത് കരാറുകൾ ഉണ്ടാക്കിയാലും മിഡിൽ ഈസ്റ്റിലെ യഥാർത്ഥ ശക്തി ഇറാൻ തന്നെയാണെന്ന് ഇറാൻ തെളിയിക്കുന്നു. ഹിസ്ബുള്ളയെ പിരിച്ചുവിടണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യം ഇറാന്റെ പിന്തുണയുള്ള പ്രതിരോധ നിരയെ ഭയക്കുന്നത് കൊണ്ടാണ്. തങ്ങളുടെ മണ്ണിൽ ഇസ്രായേൽ സൈന്യം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കുമ്പോൾ ഇത് ഇറാന്റെ ഉറച്ച നിലപാടിന്റെ പ്രതിഫലനം കൂടിയാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ പ്രതിരോധ രാഷ്ട്രീയമാണ് ഇന്ന് അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നത്. ഒരു വശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് ട്രംപ് ഉറപ്പു നൽകുന്നു. ഇത് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് വെളിപ്പെടുത്തുന്നത്. സമാധാന കരാർ എന്നത് വെറുമൊരു പുകമറ മാത്രമാണെന്നും ഇറാന്റെ സ്വാധീന മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് ട്രംപിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും വ്യക്തം. എന്നാൽ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ കൂടുതൽ ശക്തമായി വളരുന്ന ഇറാൻ അമേരിക്കയുടെ 10ാം ദൗത്യത്തെയും പരാജയപ്പെടുത്താൻ പ്രാപ്തമാണ്. ഈ 10 ദിവസത്തെ കാലാവധി ഒരു വെടിനിർത്തലല്ല, മറിച്ച് വലിയൊരു യുദ്ധത്തിന് മുന്നോടിയായുള്ള ഒരുക്കം മാത്രമാണ്. ലെബനൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഹിസ്ബുള്ളയെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകും. ലോകം ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര നീക്കം പശ്ചിമേഷ്യയിൽ സമാധാനമാണോ അതോ കൂടുതൽ രക്തച്ചൊരിച്ചിലാണോ ഉണ്ടാക്കുക എന്നത് വരും ദിവസങ്ങൾ പറയും. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുമ്പിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി തുടരുക തന്നെ ചെയ്യും.